ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവർ, ഇന്ന് ഞാൻ ഒരു കുടുംബത്തിൻ്റെ കൂടെയാണ്. ഒത്തിരി ദൈവാനുഭവം ജീവിതത്തിൽ സ്വന്തമാക്കിയ, സഹനങ്ങളുടെയും വേദനകളുടെയും മധ്യേ ദൈവത്തിനെ എതിരെ പറയാതെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. തീർച്ചയായും ഇവരോട് കൂടെ ചെലവഴിക്കുന്ന ഈ സമയം ദൈവാനുഭവത്തിൻ്റെ സമയമാണെന്ന് ഉറപ്പായിട്ടും പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. ഞാൻ അവരൊന്ന് പരിചയപ്പെടുത്തുന്നു. ഇതാണ് ജോബി ചേട്ടൻ. ജോബി ചേട്ടനാണ്. എല്ലാവരും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? നിങ്ങളൊന്ന് പേരെന്ന് പറഞ്ഞ്. എൻ്റെ പേര് ജോബി. മോൻ്റെ പേര് ഓസ്റ്റിൻ. ചേച്ചിയുടെ പേര് പ്രിൻസി ജോബി. മോളെ അൽഫോൻസ ജോബി. അപ്പച്ച പേര് സേവിയർ. അമ്മച്ചി മറിയാമ്മ സേവിയർ. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള സന്തോഷമുള്ള ഒരു കുടുംബത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ ഈ കുടുംബത്തിലോട്ട് വരാനുള്ള കാരണം, ഞാൻ ഇവരുടെ ഇടവകയിൽ, വരാട്ടുപാറ ഇടവകയിൽ 3 ദിവസം ധ്യാനിപ്പിച്ചു. അപ്പോൾ ധ്യാനം കഴിഞ്ഞ ദിവസം ഈ ജോബി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. ജോബി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ കെട്ടിടത്തിൻ്റെ പണിയാണല്ലേ, കെട്ടിടങ്ങളുടെ പണിയാണ്. ഈ ഇദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹം ഈ 3 ദിവസവും കെട്ടിടം പണിക്ക് അദ്ദേഹം പോയില്ല. മറിച്ച് ആ 3 ദിവസം ധ്യാനത്തിന് വേണ്ടി, ഇടവകയുടെ വാർഷിക ധ്യാനത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. ഞാൻ ഈ 2 കൊച്ചുങ്ങളെ വളർത്താനുണ്ട്. ഇവരുടെ സഹനങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾ പറയും, നിങ്ങൾക്കറിയാൻ പറ്റും. ഈ സഹനങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ മധ്യേ സാമ്പത്തികമായിട്ട് കുറേ ആവശ്യങ്ങളുണ്ടായിട്ടും ഇദ്ദേഹം ഈ 3 ദിവസം ഇടവക വാർഷിക ധ്യാനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതെന്നെ ഹൃദയത്തിൽ സ്പർശിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹം വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേരിട്ട് തന്നെ ജോബി ചേട്ടനോട് സംസാരിക്കുകയാണ്. ജോബി ചേട്ടാ, ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, എന്നോട് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കുറേ സഹനങ്ങളോട് കടന്നു പോയിട്ടുണ്ട് അല്ലേ, പ്രത്യേകിച്ച് കൊച്ചിൻ്റെ കാര്യത്തിലൊക്കെ. എന്നാലും ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിച്ചില്ല. ആ അനുഭവം എന്ന് പറയാമോ? കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും അങ്ങനെ എങ്ങനെയാണ് ദൈവം പരിപാലിച്ചതെന്ന് സംരക്ഷിച്ചതെന്നും. 2023 ആഗസ്റ്റ് 18-ാം തീയതി ഞങ്ങൾ കൊച്ചിന്, അതിന് ഒരാഴ്ച മുമ്പ് കൊച്ചിൻ്റെ കാല് നീര് വയ്ക്കുകയും മുഖം വീർത്തു വരികയും അതുപോലെ ശ്വാസം തിരിച്ചടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ 3 ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിനുശേഷം കോതമംഗലത്തുള്ളൊരു പ്രമുഖ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് 2 പ്രാവശ്യം ബ്ലഡ് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, കിടത്തിക്കോ, അല്ലെങ്കിൽ നാളെ വന്ന് പീഡിയാട്രിക്കിൻ്റെ ഡോക്ടറെ കണ്ടോളാൻ പറഞ്ഞു. രാത്രി വീട്ടിൽ വന്നപ്പോഴത്തേക്കും കൊച്ചിന് വീണ്ടും ശക്തമായിട്ട് ഛർദിയും വയറ്റിളക്കവും വരുവാണ്. മൂത്രം അന്നും പോകണില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ രാത്രി 1 മണിയോടെ അടുത്തായി. അന്നേരമാണ് അവർ പറഞ്ഞത്, നിങ്ങൾ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോലഞ്ചേരിക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി. അന്നേരം നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. പെട്ടെന്ന് രാത്രി 10,000 രൂപ കൊണ്ടൊക്കെയാണ് പോയത്. ആ 4,000 രൂപ അവർ തന്നെ എടുത്തു. കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കൊച്ചിനെ കയറ്റി കിടത്തിയിട്ട് പറഞ്ഞു, കൊച്ചിൻ്റെ ഈ ഭാഗം മൊത്തം കരിവാളിച്ച് കിടക്കുകയാണ്. 2 എക്സ്റേ കാണിച്ചു. ഒരെണ്ണം നല്ല ഭാഗമുള്ളതും അതുപോലെ അസുഖമുള്ള ഒരാക്കടയും. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു, ഇവിടെ കിടത്തണമെങ്കിൽ ഒരു ദിവസം 20,000 രൂപ അടുത്ത് ആശുപത്രി ബില്ല് വരും. അപ്പോൾ ഒരു ദിവസം കിടത്തിയാൽ പോരാ, ഒരു 30-40 ദിവസത്തോളം ഒരു ICU തന്നെ കിടത്തണം. അതുപോലെ തന്നെ ഏത് നിമിഷവും നമുക്ക് വെന്റിലേറ്റർ വയ്ക്കാം. അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളുടെ ഭർത്താവും കൂടെയാണ് ഞങ്ങൾ ഭാര്യയും പോണത്, 4 പേര്. അപ്പോൾ അളിയനും ഞാൻ സംസാരിച്ചപ്പോൾ അളിയൻ പറഞ്ഞു, സാമ്പത്തികം കുറവാണ്, എന്നാ ചെയ്യേണ്ടത്. അപ്പോൾ അവരപ്പം തന്നെ പറയുകയാണ്, കൊച്ചിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊച്ചിനെ ഇവിടെ കിടത്തിയേക്കുവാണ്. സാമ്പത്തികത്തിൻ്റെ കാര്യം പലരോടും രാത്രി 2 മണി 3 മണി സമയം ആരോടും ചോദിച്ചാൽ ഒരു സ്ഥലത്തും കിട്ടാനില്ല, എല്ലാവരും ഉറങ്ങുന്ന സമയം. അപ്പം അങ്ങനെ ചോദിച്ച് എന്ത് ചെയ്യുന്നറിയാമുള്ള ഞാൻ വേറൊരു ബ്രദറുമായിട്ട് സംസാരിച്ച് ബ്രദർ പറഞ്ഞു, അന്നാ ബ്രദർ UK ബ്രദർ പറഞ്ഞു, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ICU എന്ന് വിളിക്കുകയാണ്, കാഷ്വാലിറ്റി എന്ന് വിളിക്കുകയാണ്. കയറി ചെല്ലാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിലേക്ക് ഒരു കവറ് തന്നിട്ട് പറഞ്ഞു, കൊച്ചിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞു. ഈ ആശുപത്രി കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ. അപ്പോൾ ഞാനിത് കവർ എൻ്റെ കയ്യിൽ ഞാൻ അന്നേരം എണ്ണി നോക്കിയില്ല. ഞാനിട്ട് അളിയൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, അളിയ അവർ കവർ എന്നുണ്ട് എന്നാന്ന് എനിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറി നോക്കി കഴിഞ്ഞപ്പോൾ D ലെവൽ ആംബുലൻസിനുള്ള 7,500 രൂപ എനിക്ക് തന്നു. ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രി രാവിലെ ചെല്ലണത്. അവരുമായിട്ട് നിങ്ങൾക്ക് അതിന് മുമ്പ് ഇല്ല, ഒരു കണക്ഷനില്ല.
ഇങ്ങനെ അവർ തന്നെ കൊണ്ടേ അല്ലേ? ആ തന്നു വിളിച്ചു തന്നു. പിന്നെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അവസ്ഥ ശരിക്കും മോശമായിരുന്നു. അന്നേരമാണ് ന്യൂമോണിയ എന്ന് പറയണം. ന്യൂമോണിയയുടെ കൂട്ടത്തിൽ വേറൊരു വൈറസ് കൂടെ കയറിയിട്ടുണ്ടോ എന്നവർക്ക് സംശയം. അപ്പം അങ്ങനെ അവർ ആദ്യത്തെ ദിവസം ഇങ്ങനെ കിടത്തി. ഞാൻ കാണുമ്പോഴെല്ലാം കൊച്ചിന് ഒരു 7 മെഷീനാണ് കുത്തിയിട്ടായിരുന്നു ഇഞ്ചക്ഷൻ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ 18, 19, 20, 22-ാം തീയതി 21-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രതീക്ഷയും വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറയുകയാണ് കൊച്ചിൻ്റെ തുട വഴി നമുക്ക് കുത്തി നോക്കാം, മരുന്ന് കയറുമെന്ന് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ പറയുകയാണ് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാ സാധനവും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവർ പറഞ്ഞു 2 കൂട്ടം സാധനമില്ല, കൊച്ചിൻ്റെ മൂത്രം പോകാൻ ചെയ്യണം, നിസ്സാര വിലയുടെ സാധനം ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ആ സാധനം കിട്ടിയില്ല. അപ്പോൾ അന്ന് രാത്രി സർജറി മാറ്റി വെച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ചെയ്യാം, നിങ്ങളിത് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. നേരം വെളുത്ത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് വിളിച്ച് സംസാരിച്ചു. അന്നേരം എന്നോട് പറഞ്ഞ വാക്ക് കൊച്ചിൻ്റെ വയറ്റിൽ നിന്ന് പോയി, മൂത്രം പോയി, കൊച്ചിന് അനക്കം വെച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇനി എപ്പോഴാണ് ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഇനി ഡയാലിസിസ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ ഡയാലിസിസ് കൊച്ചിൻ്റെ എടുത്തു മാറ്റി ഒരു രാത്രിയും കൊണ്ട്. അപ്പോൾ പിന്നീട് 2-3 ദിവസം മാത്രമാണ് ICU കിടന്നു. ആ ഇത് കിടന്നോളൂ വെന്റിലേറ്റർ. പിന്നീട് ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് 53 ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊന്തയുടെ രഹസ്യം പോലെ 53 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രി കിടന്നു. 53-ാമത്തെ ദിവസമാണ് കൊച്ചിനെ. അതുവരെ അവർ നല്ല ഒരു ബെഡിൽ തന്നെയാണെങ്കിലും നല്ല ചികിത്സയായിരുന്നു കൊച്ചിന് വേണ്ടി. കൊച്ചിനെ ഒരു ബെഡിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയിടാൻ ഡോക്ടർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ചെയ്തു തന്നു. അത്രയും ഒരു നിങ്ങൾ അല്ലേ വളരെ വിഷമമായ ഒരു സമയത്തിലൂടെ കടന്നുപോയെങ്കിലും എൻ്റെ ഇടവകയിൽ നിന്ന് ഞങ്ങളുടെ വിൽസൺ ഡിപ്പോളിൻ്റെ ഇപ്പോൾ ഞാൻ സെക്രട്ടറിയാണ്. അപ്പോൾ വിൽസൺ ഡിപ്പോളിൽ നിന്ന് അവർ കോൺഫറൻസ് അംഗങ്ങൾ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ച് വെന്റിലേറ്ററിലാണെങ്കിലും ജോബിയുടെ നടപ്പും പാവം കണ്ടിട്ടുണ്ടെങ്കിൽ ജോബിയുടെ കൊച്ചല്ല വേറെ ആർക്കുടെയോ കൊച്ചാണ് ഈ ICU കിടക്കണേന്നാണ് പറഞ്ഞത്. അല്ല അങ്ങനെ പറയാൻ കാരണം എന്താ? അത്രമാത്രം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പള്ളിയിലൊക്കെ വിളിച്ച് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൊച്ചിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് നടന്നൊരു കൊച്ചിനുണ്ടായൊരു അസുഖമല്ലേ. അപ്പോൾ അത് നമുക്ക് വലിയൊരു സന്ദേശമല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് അല്ലേ? നമ്മുടെ സഹനങ്ങളും വേദനകളും ഉള്ളപ്പോഴും ദൈവം നമ്മളെ സംരക്ഷിച്ചു അല്ലേ? അപ്പോൾ അവർ പറഞ്ഞ ഡയാലിസിസ് തുടങ്ങണമെന്ന് പറഞ്ഞു, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ നമ്മൾ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇടവക മൊത്തം പള്ളിയിൽ വിളിച്ച് ഈ പ്രദേശത്തുള്ള അറിയാവുന്നതും ഈ പള്ളിയിലും ആ തൊട്ടടുത്തുള്ള യാക്കോറ്റ് പള്ളിയിൽ നിന്നാണെങ്കിലും എല്ലാം. അപ്പോൾ അത്രയും പ്രാർത്ഥന കിട്ടിയ മോനാണ് അല്ലേ മിടുക്കൻ. എല്ലാവരും പേര് ചോദിച്ചിട്ട് പോകും എന്നോട്. അപ്പോൾ അവർ പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായ അതിനെ കിട്ടിയത്. മിടുക്കൻ. നമ്മുടെ ഇടവകയിൽ നിന്ന് ഒത്തിരി നിങ്ങളെ ഒരു ഇടവകയിൽ നിന്ന് സഹായിച്ചു. കാരണം നമ്മൾ ഒരു കൂട്ടായ്മ, ഒരു ഇടവകയിൽ നമുക്കൊരു കുടുംബമാണ് ഇടവക. അപ്പോൾ വടാട്ടുപാറ ഞാനിവിടെ ധ്യാനിപ്പിച്ചതെന്ന് മനസ്സിലാക്കിയ കാര്യം ഒത്തിരി സ്നേഹമുള്ളവർ, ഒത്തിരി നന്മയുള്ളവരാണ് ഇടവകയിലുള്ളവർ. ഇടവക ഒരു കുടുംബമായപ്പോൾ ഒരു കുടുംബത്തിലെ അംഗത്തിന് എന്ത് പ്രശ്നം ഉണ്ടായ പോലെ തന്നെയാണ് ജോബിച്ചേട്ടൻ്റെ കുടുംബത്തെ നിങ്ങൾ സഹായിച്ചല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ദൈവത്തിൻ്റെ പരിപാലനം എങ്ങനെയാണ് ഇടവകയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത്? ഇടവകയിൽ നിന്ന് ഈ ആശുപത്രി കിടന്നതും പിന്നീട് ആഴ്ചകളിൽ കൊണ്ടുപോകാൻ ഇഞ്ചക്ഷന് വേണ്ടി ചെയ്ത സമയത്താണെങ്കിലും സാമ്പത്തികം മുഴുവൻ നിന്ന് ഈ ഇടവകയിലെ ജനങ്ങളാണ്. അറിയാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇവിടെ കൊണ്ടുതന്നു, നമ്മുടെ കൊടുത്തു. അല്ലാണ്ട് പലരും വിളിച്ചു പൈസ ഇട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയച്ചു. ആശുപത്രിയിലെ ചിലവുകളും അതുപോലെ പിന്നീടുള്ള മാസങ്ങളിലുള്ള എല്ലാം ഇടവകയിലെ ജനങ്ങളാണ് തന്നു. 2 മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിലാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല, ഈ കൊച്ചിന് വേണ്ടി തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടർമാർ വരെ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ചെയ്യാത്ത ഈ കൊച്ചിൻ്റെ മേത്ത് കത്തി വെച്ചിട്ടുള്ളതാകത്തുള്ളൂ. ബാക്കി കൊത്താവുന്ന ഈ ബുക്കുകളിലെല്ലാം കൊച്ചിനെ ചികിത്സിച്ച ഇതാണ്. ആ കൊച്ചിൻ്റെ മേത്ത് ചെയ്തേക്കണ ബുക്കുകളായത് മൊത്തം. ഇത് മുഴുവൻ ആ ബുക്ക് മുഴുവൻ ഇത് ഈ ഒരു ബുക്ക് മുഴുവൻ ഈ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനകത്ത് ഉണ്ട്. ഓസ്റ്റിൻ ജോബി എന്ന് എഴുതി ഇതിവിടെ മുഴുവൻ ഈ ബുക്കിൽ മുഴുവൻ ഇവൻ്റെ ചികിത്സയുടെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം. സ്നേഹമുള്ളൊരു ഇതുണ്ട്, ഇതെല്ലാം ഇഞ്ചക്ഷൻ്റെ ആണല്ലേ? എല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത അതാ ദിവസങ്ങളിൽ അല്ലേ ICUയിൽ കിടന്ന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ഇവിടെ എല്ലാം പേപ്പറിൽ മുഴുവൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഓസ്റ്റിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും
ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ദൈവം തിരിച്ചു കാട്ടി. അതെ, എന്നോട് പറഞ്ഞാണെന്ന് ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഓർത്തുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇതിങ്ങനെ ഉണ്ടായത്, നിങ്ങൾ മുന്നോട്ട് പോവുക, ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ വലിയൊരു സന്ദേശം കിട്ടി. അപ്പോൾ ഇതുപോലെ ഇദ്ദേഹം ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്നതാണ്. ഞാനൊന്ന് പറയാം, ഇദ്ദേഹം അട്ടപ്പാടിയിലോട്ട് ഒത്തിരി ആളുകളെ ഇങ്ങനെ വാഹനത്തിൽ കൊണ്ടുവരുന്നതാണ്. താൻ അനുഭവിച്ച ദൈവത്തെ അല്ലേ മറ്റുള്ളവർ അനുഭവിക്കണം. അതുകൊണ്ട് തൻ്റെ ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ സഹോദരൻ അങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങളിലോട്ടൊക്കെ ആളുകളെ കൊണ്ടുപോകുന്ന ശുശ്രൂഷ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷം നിങ്ങളുടെ കുടുംബത്തോടുകൂടി ആയിരിക്കാൻ പറ്റിയെന്നുള്ളത്. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കും. ഓസ്റ്റിനെ മിടുക്കൻ കേട്ടോ. ഓസ്റ്റിൻ എത്രയാണ് പഠിക്കുന്നത്? ഓസ്റ്റിൻ 2. മോൾ എത്രയാണ് പഠിക്കുന്നത്? 6. അപ്പം നന്നായിട്ട് വളരുക. അപ്പം ദൈവത്തിന് എല്ലാ മഹത്വം, ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോബിച്ചേട്ടന് ഇനി എന്തെങ്കിലും നമ്മൾ കേൾക്കുന്നവരോട് പറയാനുണ്ടെങ്കിൽ, ഇത്രയും ജീവിതാനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ദൈവം ഒത്തിരി അനുഗ്രഹിച്ച സമയങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, ഇതിനൊക്കെ വെളിച്ചത്തിൽ കേൾക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എനിക്ക് പറയാനുള്ളത് കൊച്ചിൻ്റെ കാര്യം തന്നെയാണ്. 2 മാസത്തോളം ICU കിടന്ന് ഒരു മനുഷ്യൻ അവന് കിട്ടാവുന്ന, യേശു സഹിച്ച പോലെ അവന് കിട്ടാവുന്ന എല്ലാ പീഡനങ്ങളും കിട്ടി. അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കണ്ണ് കാണില്ലായിരുന്നു, ചെവി കേൾക്കില്ലായിരുന്നു, കാല് കിടന്ന കിടപ്പായി പോയായിരുന്നു, അനക്കമില്ലാത്ത രീതി. 53 ദിവസങ്ങളിലിടയ്ക്ക് സംഭവിച്ചാണ്. വയറൊക്കെ ചില സമയത്ത് ബലൂൺ വീർത്തു വന്ന പോലെയായിരുന്നു. അപ്പോൾ കൊച്ചിന് ആ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള എല്ലാ വിധത്തിലുള്ള ടെസ്റ്റുകൾ, ഫൈബ്രോ സ്കാൻ മുതൽ MRI എല്ലാ ടെസ്റ്റുകളും കൊച്ചിന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിനിപ്പോൾ നിലവിൽ എല്ലാ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അതെല്ലാം കൊച്ചിന് പരീക്ഷിച്ചിട്ടുണ്ട്. അവസാനം ബാംഗ്ലൂർക്ക് വരെ കൊച്ചിൻ്റെ ടെസ്റ്റിന് വിട്ടു. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. കിടന്ന കിടപ്പായി പോയ ആൾ എണീറ്റു എന്ന് പറഞ്ഞ പോലെ. ദൈവത്തിൻ്റെ അത്ഭുതം അല്ലേ? ദൈവത്തിൻ്റെ അത്ഭുതം. ഇവിടുന്ന് കൊണ്ടുപോയ പോലെ 53ാമത്തെ ദിവസം ഞാൻ തിരിച്ചു വന്നത് കൊച്ചിനെ നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. മുന്നോട്ട് പോവുക. ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കും. ജോബിച്ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാമോ? ഞാൻ ഇവരെപ്പോഴും പ്രാർത്ഥനയും വചനവും കുടുംബ പ്രാർത്ഥനയും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ് ഇവരുടെ ജീവിതം. അപ്പോൾ നമുക്കെല്ലാം മാതൃകയാണ്. വിഷമങ്ങളിലും ബുദ്ധിമുട്ടിൻ്റെയും ഇടയിൽ ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ജോബിച്ചേട്ടൻ്റെ മനസ്സിലുള്ളൊരു വചനം എല്ലാവർക്കും വേണ്ടി. നെഹമ്യായുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 20-ാം തിരുവചനം, സ്വർഗത്തിലെ ദൈവം വിജയം നൽകും. മോളെ നിനക്ക് മനസ്സിൽ ഉണ്ടോ? ഞാനും 10:21 ഞാനും മുഖേന്റെ വായ തുറപ്പിക്കുകയും ശിശുക്കളുടെ നായ സ്ഫുടമായി സംസാരിക്കുകയും കഴിവ് നൽകി. ചേച്ചിയുടെ മനസ്സിലുള്ള വചനം ഉണ്ടോ? പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട്. സബാനിയ 3:17. സ്നേഹമുള്ളവരെ, അങ്ങൊരു സ്നേഹത്തിൻ്റെ കുടുംബമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ കേട്ടില്ലേ, വിഷമങ്ങളുടെയും വേദനകളുടെയും മധ്യേ ദൈവത്തിൽ ആശ്രയിച്ച് കുടുംബം മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ വിശേഷങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ ജീവിതാനുഭവമായിട്ട് ഞാൻ വീണ്ടും വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നന്ദി.